വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാറക്കടവ് യൂണിറ്റ് വിജയപഥം 2026 അവാർഡ് ദാനവും വ്യാപാരികളുടെ മക്കൾക്കുള്ള SSLC +2 LSS അനുമോദനവും സംഘടിപ്പിച്ചു. പാറക്കടവ് വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങ് നാദാപുരം MLA KM അഭിജിത്ത് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായിക ഒരു പരിപാടിയിൽ സംബന്ധിക്കുമ്പോൾ ഞാൻ ഒരു ജനപ്രതിയായതിനു ശേഷം നിങ്ങളുടെ ഒരു പരിപാടിയിൽ സംബന്ധിക്കുന്നത് ഇവിടെ ആദ്യമായിട്ടാണ്. എനിക്കൊരു ജനപ്രതിയാകാൻ ഈ വ്യാപാരി സമൂഹത്തിൽ നിന്ന് വലിയ പിന്തുണ ഈ നാട്ടിൽ ലഭിച്ചിട്ടുണ്ട്. അതിന് നിങ്ങളോട് കടപ്പെട്ടവരായിരിക്കുമെന്നുള്ള ഒരു വാക്കുമാത്രം ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം ഇത്തവണത്തെ ബഡ്ജറ്റിൽ ഞാൻ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരള സർക്കാരിനെയും പ്രത്യേകം നന്ദിയോടെ സ്മരിക്കുകയാണ്. ബഡ്ജറ്റിന്റെ 2 ദിവസക്കാലം മുൻപാണ് പ്രിയപ്പെട്ട അഹമ്മദ് പുന്നക്കൽ, ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്, എന്നെ വന്ന് എന്നോട് പറഞ്ഞു, അഭിജിത്തെ എവിടെ ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ തിരുവനന്തപുരത്തുണ്ട്, ഒന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് കാണണമെന്ന് അറിയാൻ പോയി കണ്ടു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ബഡ്ജറ്റ് ആണല്ലോ, എൻ്റെ ഒരു പ്രപ്പോസൽ ഉണ്ട്. എന്താ പ്രപ്പോസൽ? ഒന്നല്ല, ആശാൻ വരുമ്പോൾ ഒരു ആക്റ്റീവ് പ്രപ്പോസൽ കയ്യിലുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, നമുക്ക് പാറക്കടവിന്റെ മുഖച്ഛായ വേണം, നമുക്ക് അടുത്തൊരു ബഡ്ജറ്റ് പോലെ. അല്ലല്ല, വേറെ പ്രശ്നമൊന്നുമില്ല, എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, എസ്റ്റിമേറ്റും എടുത്ത് ഒരു മുഖച്ഛായ. കാരണം ഇവിടുത്തെ വ്യാപാരികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ നിരന്തരമായിട്ടുള്ള ആവശ്യമാണ് പാറക്കടവിനെ സൗന്ദര്യവൽക്കരിക്കാൻ ഇത്തവണത്തെ ബഡ്ജറ്റിൽ 1.5 കോടി രൂപ വിലയിരുത്തി വകയിരുത്തി എന്നുള്ള സന്തോഷം പങ്കുവെക്കണം. നിങ്ങളുടെ നിരന്തരമായിട്ടുള്ള ആവശ്യമാണ്. ഇവിടെ മറ്റേ ബ്രിക്സും ലൈറ്റും എല്ലാം വെച്ച് നമ്മളുടെ പാറക്കടവിലേക്ക് കൂടുതൽ ആളുകളെ ഇങ്ങോട്ട് എത്തിക്കാനുള്ള ഒരു നടപടി കൂടി ബഡ്ജറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആ പ്രപ്പോസൽ കൊടുത്തു. ഇത്തവണത്തെ ബഡ്ജറ്റിൽ അത് ഉൾപ്പെടുത്തി കിട്ടി. പക്ഷെ എവിടെ മാത്രം അവസാനിക്കേണ്ടതല്ല. ഇപ്പൊ നമ്മളുടെ സ്കൂൾ ഇവിടെ നാഷണൽ കോളേജ്, കുടിയാവിനടുത്തുള്ള നാഷണൽ കോളേജിനടുത്തൊരു ഗവൺമെന്റ് സ്കൂൾ 100 വർഷക്കാലം കഴിഞ്ഞിരിക്കുന്നു. അവിടെ 2 കോടി രൂപ നമ്മൾക്ക് പുതിയ ബിൽഡിങ്ങിന് വെച്ച് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും പരിമിതമാണ്. നമ്മൾക്ക് ഇനി വരുന്ന അങ്ങോട്ടുള്ള കാലത്ത് നമ്മൾക്ക് ഈ നാടിന് ഒരുപാട് മുന്നോട്ട് നയിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ട് നയിക്കുമ്പോൾ വ്യാപാരികൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ നാടിന്റെ നട്ടെല്ലാണ്, അവരെ ചേർത്ത് പിടിക്കേണ്ടത് ഒരു അനിവാര്യതയാണ്. അപ്പോൾ ഇക്ബാൽ, നിങ്ങളുടെ ഇപ്പോഴുള്ള സ്കീമുകൾ ഇവർക്ക് പെൻഷനും മറ്റൊക്കെ എഫക്റ്റീവ് അല്ലേ? അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾക്ക് കൂടുതലായി എന്ത് ചെയ്യാൻ കഴിയുമോ അത് ഗവൺമെന്റ് ഭാഗത്തു നിന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ അത് നിങ്ങളുടെ കൂടി സഹകരണത്തോടെ നമുക്ക് ഒന്നിച്ച് പറഞ്ഞ് നമ്മൾക്കത് ചെയ്യാനുള്ള ഇടപെടലൊക്കെ നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുന്നു. ഈ നാടിന്റെ നട്ടെല്ലായ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ നാടിന്റെ നട്ടെല്ലായ പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കൾ, നമ്മളുടെ ഈ നാട് നിന്നു പോകുന്നത് ഒരു ഭാഗത്ത് പ്രവാസി സുഹൃത്തുക്കളുണ്ട്, മറുഭാഗത്ത് പല രീതിയിലുള്ള ഇൻകം ഉണ്ടെങ്കിലും ഒന്നും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ആളുകൾ നമ്മളുടെ വ്യാപാരി സുഹൃത്തുക്കളാണ്. നാടിന്റെ ദൈനംദിന മേഖലകളിൽ ദൈനംദിന ജീവിതത്തിൽ ഇടപെടുന്ന ആളുകളാണ് നിങ്ങൾ. നിങ്ങളിലൂടെയാണ് ഈ നാട് എല്ലാ ദിവസവും നാടിങ്ങനെ കടന്നു പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച്, നേരത്തെ സൂചിപ്പിച്ച പോലെ, ഈ നാടിനെ വീണ്ടും ശക്തിപ്പെടുത്താനും ഒന്നിച്ച് മുന്നോട്ട് പോകാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം. ചടങ്ങിൽ വളയം CI ഷാജു മുഖ്യാതിഥിയായി. നമ്മുടെ വ്യാപാരി സമൂഹം എന്ന രീതിയിൽ നിങ്ങളുടെ ഭാഗത്ത് വളരെ ആത്മാർത്ഥമായ നമ്മുടെ സമൂഹത്തിനെ അതുപോലെ നമ്മുടെ യുവതലമുറയെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ക്യാൻസറിനെ നമ്മുടെ നാട്ടിൽ നിന്നും തുടച്ചു നീക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വ്യാപാരി സമൂഹം ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകണം. ഒരിക്കലും മയക്കുമരുന്ന് പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയില്ലെന്നും അവയുടെ ഉൽപാദനം, വിതരണം, ഉപയോഗം എന്നിവ നിരുത്സാഹപ്പെടുത്തുമെന്നും വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും വിപത്തായ മയക്കുമരുന്ന് ഉപയോഗത്തെ തുടച്ചു നീക്കുവാൻ കഠിനമായി പ്രയത്നിക്കുമെന്നും കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ കേരള പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ തൂഫാൻ വാരിയറായി പ്രവർത്തിക്കുമെന്നും ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. പാറക്കടവ് വ്യാപാരികളുടെ കാരുണ്യമുഖമായ കനിവ് ചാരിറ്റിയുടെ 2 കുടുംബങ്ങൾക്കുള്ള ധനസഹായ ഫണ്ടും ധീരതയ്ക്ക് 2 യുവാക്കളെയും ആദരിച്ചു. പാറക്കടവ് അൽബിർ സ്കൂളിലെ ഇംഗ്ലീഷിൽ പുസ്തകം എഴുതിയ 3 വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. കേരള സ്റ്റേറ്റ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട അഹമ്മദ് പുന്നക്കലിനും KVVS ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത ഏരത്ത് ഇക്ബാലിനും സ്വീകരണം നൽകി. മുതിർന്ന വ്യാപാരികളായ BP മൂസ, PV അഹമ്മദ്, രവീന്ദ്രൻ VK എന്നിവരെയും ആദരിച്ചു.
ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് ലത്തീഫ് പെട്ടീൻ്റെവിട അധ്യക്ഷത വഹിച്ചു. ഏരത്ത് ഇക്ബാൽ, കണേക്കൽ അബ്ബാസ്, വാർഡ് മെമ്പർ ജമീല CK, സലീം ചെക്യാട്, യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി നാസർ ഷാന സ്വാഗതവും ട്രഷറർ അഫ്സൽ റാസ്കോ നന്ദിയും പറഞ്ഞു.